നിങ്ങളുടെ യുവജന സംഘടന ഒരു തന്ത വൈബാണോ? ഒരിക്കലല്ല. ഞങ്ങൾ അസാമാന്യ വൈബുള്ള, ഞങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം ഇവര് വമ്പിച്ച തന്ത വൈബിന്റെ ആൾക്കാരാണ്. പ്രോപ്പഗണ്ട വെച്ച് തന്നെ യുവജന നേതാക്കന്മാരെയും തെരഞ്ഞെടുപ്പുകളെയും സ്ത്രീ വിഷയങ്ങളിലേക്ക് ചുരുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് തോന്നാറ്. അല്ല, അത് ശരിയാണ്. അതൊരു അപകടം പിടിച്ച ചോദ്യമാണ്. സംഘടനകൾക്ക് ഇത്തരം സെക്യുലറിസത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും? നമ്മൾ ഈ പറഞ്ഞതുപോലെ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഘടന, നിങ്ങൾക്ക് ഇതിനെ പ്രകടനം നടത്തിയിട്ട് സംരക്ഷിക്കാൻ കഴിയില്ല. ജാഥ വിളിച്ചിട്ടൊന്നും കേരളത്തിൽ നിലവിലുള്ള ഈ സോഷ്യൽ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെല്ലാ സംഘടനകളും നമ്മൾ ചെറിയ ലാഭം നഷ്ടം, എൻ്റെ സംഘടനയെ പറ്റി എനിക്ക് അഭിമാനത്തോടെ പറയാം. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടം തിരിച്ചെടുക്കുന്നു, പക്ഷെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം പൗരത്വ സമരകാലമാണല്ലോ ഇതിൻ്റെ ഒരു ശക്തമായ അറ്റാക്ക് കയറുന്നത്. എൻ്റെ ഒരു അനുഭവം, ഞങ്ങൾ മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിൽ തന്നെയാണ് മൂവാറ്റുപുഴ, അവിടെ എൻ്റെ സംഘടന മാത്യു കുഴൽനാടൻ, അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ആയിട്ട് അയാൾ നയിക്കുന്ന ഒരു റാലി, അത് കോതോങ്കലത്ത് നിന്ന് ആരംഭിക്കുന്നു. പകുതി വഴി എത്തുമ്പോൾ മുന്നവർത്തങ്ങളും ഫിറോസും ഞങ്ങളുമൊക്കെ ആ ജാഥയുടെ ഭാഗമാവുന്നു. അത് സമാപിക്കുന്നത് കോതോങ്കലത്തെ ചെറിയ പള്ളിയുണ്ട്, ചെറിയ പള്ളിയിൽ കന്നി 20-ാം തീയതി പെരുന്നാളൊക്കെ നടക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് എപ്പോഴും പോകാറുള്ളൊരു പള്ളി പെരുന്നാളാണ്, ആ നാട്ടിലൊരു ഉത്സവമാണത്. ആ ചെറിയ പള്ളിയുടെ മുറ്റത്താണ് ഈ ജാഥ സമാപിക്കുന്നത്. ജാഥ സമാപിക്കുമ്പോഴേക്കും മഗ്‌രിബിന് നേരെ, അപ്പോൾ നമ്മളൊക്കെ നിസ്കരിക്കാൻ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ അവിടുത്തെ ആ പുരോഹിതന്മാർ അവരൊക്കെ, നിങ്ങൾ അങ്ങോട്ടാണ് പോകണം, നമ്മൾ നിസ്കരിക്കാൻ പോകണം, നിങ്ങൾക്ക് ഇവിടെ നിസ്കരിച്ചാൽ പ്രയാസം ഉണ്ടാവണം. എന്താ പ്രയാസം? സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആ പള്ളി മുറ്റത്ത് അവർ നമുക്ക് സൗകര്യം ഉണ്ടാക്കുന്നു. ആ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ ആൾത്താരയിൽ നിന്നിട്ട് വിശ്വാസിയായൊരു മുസ്ലിം ബാങ്ക് കൊടുക്കുന്നു. ഞങ്ങളൊക്കെ അവിടെ സുജൂദ് ചെയ്ത് നമസ്കരിക്കുന്നു. ഒന്നാലോചിച്ചു. അതാണ് കേരളം. എന്തായിരിക്കും ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയം, എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്? കേരളത്തിൻ്റെ ചരിത്രം, നമ്മുടെ ഒരു അരനൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിനിടയിൽ ഒരു ഭരണ തുടർച്ച ഒരു ഗവൺമെൻറ്റിന് കിട്ടിയ എന്ന് വെച്ചാൽ തുടർച്ചയായൊരു ഗവൺമെൻറ് 10 വർഷം അധികാരത്തിലിരുന്ന ഒരു കാലമാണിത്. അങ്ങനെ അനുഭവം ഈ അരനൂറ്റാണ്ടിനിടയിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ലെഫ്റ്റിനൊരു അധികാര കുത്തക എന്ന രൂപത്തിലേക്ക് കേരള പൊളിറ്റിക്സിൽ വന്ന ഈ മാറ്റം, ഞാനതിനെ ആർത്തിപ്പോൾ അവർ കിട്ടാത്തത് കൊണ്ട് ലീഗുകാരനായി എനിക്കുള്ള നിരാശ എന്നുള്ള നിലക്ക് മാത്രമല്ല, അത് കേരളത്തിന് ഗുണപരമല്ല എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ഈ അധികാര കുത്തക കേരളത്തെ വല്ലാതെ പുറകോട്ടടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു പൊതുസമൂഹം, അതായിരുന്നു കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തരണം, എന്നാൽ പോലും ഞങ്ങൾ നിങ്ങളെ മാറ്റുന്നിടത്തായിരുന്നു കേരളം ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന കേരളം എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടായത്. ഇതിൻ്റെ പിന്നെ ഇവരെന്ന് പറയുന്നത് പോലെ ഇപ്പം ഭരിക്കുന്ന CPM-ൻ്റെ ആളുകൾ പറയുന്ന അവരുടെ കേരളം ഇപ്പം ഉണ്ടായത് 2016 മെയ് മാസമാണ്. സത്യപ്രതിജ്ഞ അന്ന് രാവിലെ AKG സെൻറ്ററിൻ്റെ മുകളിൽ നിന്ന് മൂപ്പരൊരു മഴു വടക്കോട്ടങ്ങ് നീട്ടി എറിഞ്ഞ് ആ മഴ പോയി കാസർഗോഡ് വീണപ്പോൾ ഉണ്ടായിരുന്ന നാടാണ് കേരളം എന്ന മട്ടിൽ ഇവർ നരേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു 10 വർഷം അത് പൂർത്തിയാകുമ്പോൾ ഓഡിറ്റ് ചെയ്താൽ ആ നരേഷൻ കേരളത്തിൻ്റെ ഒരുപാട് പോസിറ്റീവായ സംഗതികളെ ഭീകരമായിട്ട് ഡിസ്ട്രോയ് ചെയ്ത ഒന്നാണ്. കേരളത്തിലെ യുവത കുറച്ചുകൂടി അരാഷ്ട്രീയമാവുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടോ? കുറേ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് വിലയിരുത്താവുന്നതേ ഉള്ളൂ. അവർ സോഷ്യലി കമ്മിറ്റഡ് അല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന കക്ഷി രാഷ്ട്രീയത്തോട് അവർക്കൊരു വിമുഖത വരുന്നുണ്ടെന്ന് എനിക്കും ഒരു യുവജന സംഘാടകൻ എന്ന നിലക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു പ്രശ്നം തന്നെ. ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒന്നേ ഉള്ളൂ. നമ്മൾ യുവജന സംഘടനകൾ അവരുടെ മുദ്രാവാക്യങ്ങളോട് കമ്മിറ്റഡ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ വേറെ യുവജന സംഘടന ഒരു തന്ത വൈബാണോ? ഒരിക്കലല്ല. ഞങ്ങൾ അസാമാന്യ വൈബുള്ള, ഞങ്ങളെപ്പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം ഇവർ വമ്പിച്ച തന്ത വൈബിൻ്റെ ആൾക്കാരാണ്. ഈ തന്തമാരി അരപ്പട്ട കിട്ടിയ മറ്റേ കുപ്പായിട്ട് തന്താരം തള്ളാരം കാലം കഴിഞ്ഞാൽ തീർന്നുന്ന ആളുകൾ ജാതകം എഴുതി വെച്ച് കാത്തിരുന്നൊരു പാർട്ടി. എൻ്റെ ഭീകരമായിട്ട് ഞങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിനെ വിസിബിൾ അപ്ഡേഷൻസ് ഞങ്ങളുടെ സംഘടനയിൽ ഇപ്പോൾ ടെക്നോളജി
ഞങ്ങളാണ് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ മെമ്പർഷിപ്പിൽ ഓൺലൈൻ ആപ്പ് മുഖേനയാക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തന ഫണ്ട് ശേഖരണങ്ങൾ അങ്ങനെയാക്കുന്നു. പുതിയ തലമുറയോടൊക്കെ ഞങ്ങൾക്ക് നന്നായി ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന നന്നായി വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞങ്ങൾ അതിനകത്ത് കേരളം എങ്ങനെ മാറിയാലും ആ മാറ്റത്തിനൊപ്പിച്ച് ഞങ്ങൾ സർവ് ചെയ്ത് പോകുന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. എന്തായാലും ക്യാമ്പസ് ഇലക്ഷനുകളോടനുബന്ധിച്ച് ഇപ്പം വർഗീയ സംഘടനകളാണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്നുള്ള തരത്തിലൊക്കെയുള്ള SFI നരേഷൻസ് വന്നത് ശരിക്കും കേരളത്തിലെ മതേതരത്വത്തിനെതിരെ അവർ ഉയർത്തിയൊരു മുദ്രാവാക്യമായിട്ട് തോന്നി. SFIയുടെ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അല്ല, അവരിത് ആദ്യമായിട്ട് പറയുന്നല്ല. ഞങ്ങൾക്ക് ഈ വിളി പുതിയതുമല്ല. ഞങ്ങൾക്ക് ഈ 2 സർട്ടിഫിക്കറ്റ് അവർ മാറി മാറി തന്നിട്ടുണ്ട്. കൂടിയ വർഗീയവാദികളെന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു മതേതരത്തിൻ്റെ പത്തരമാറ്റാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സമീപകാലത്ത് തന്നെ സാക്ഷാൽ MP ഗോവിന്ദൻ പറഞ്ഞല്ലോ, ഇവർ ഭയങ്കര ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞല്ല, ഗോവിന്ദൻ മാഷ് പറഞ്ഞാണ്. മറ്റൊരു സാഹചര്യത്തിൽ ഇത് അവരുടെ നിലപാടുകളിലെ ഈ ചാഞ്ചാട്ടം കേരളം വിലയിരുത്തുന്നല്ലാതെ ഞങ്ങൾക്കതിനകത്ത് ഒരാശങ്കയില്ല, ഒരു പരിഭവത്തിലില്ല. കാരണം അവർ ശക്തമായിട്ട് ഇനിയും അത് ഉന്നയിക്കട്ടെ, ഓഡിറ്റ് ചെയ്യപ്പെടട്ടെ. അവരും ഞങ്ങൾ ഓഡിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ആരെയും പേടി, ഞങ്ങൾക്ക് ഒരാളെയും പേടിയില്ല. ഈ യൂത്ത് ലീഗിൻ്റെ ഒരു ഇലക്ഷനോട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളോടുള്ള യൂത്ത് ലീഗിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കും? അല്ല, ഞങ്ങൾ പിന്നെ യൂത്ത് ലീഗ് DYFI ഒക്കെ പറയും പോലെ ഞങ്ങളൊരു സ്വതന്ത്ര യുവജന സംഘടനയാണ്. CPM അല്ല അങ്ങനെ എന്നൊക്കെ DYFI പറയാറുണ്ട്. CPM ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് ഉൾക്കൊള്ളുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ ഇവിടുത്തെ ചെറുപ്പക്കാരെ മൊബിലൈസ് ചെയ്യുക എന്നതാണ് കേരളത്തിലെ അടിയന്തിരമായ ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം. ഞങ്ങളതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. ആ ദൗത്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളതിനനുസരിച്ച് ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യുന്നു. ഒറ്റ വാചകത്തിൽ കേരളം UDFൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക എന്നതാണ് യൂത്ത് ലീഗിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും മുൻഗണനയിലുള്ള ഒന്ന്. പൊതുവെ യൂത്ത് ലീഗിൽ യുവാക്കൾക്ക് നിയമസഭാ ഇലക്ഷനിലുള്ള ഒരു പ്രാമുഖ്യത്തിൻ്റെ കുറവ് അനുഭവപ്പെടാറുണ്ടല്ലോ. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടുമോ? അല്ല, അങ്ങനെ തീരെ ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല. 2-3 തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ മിക്കപ്പോഴും നമ്മുടെ നല്ല MLA മാർക്ക് അങ്ങനെ ഇപ്പം N ഷംസുദ്ദീൻ 2 തവണ MLA ആയിരുന്ന KM ഷാജി, പിന്നീട് കഴിഞ്ഞ തവണയാണെങ്കിൽ യൂത്ത് റെപ്രസെൻറ്റേഷൻ ഒന്നും കൂടി KM അഷ്റഫ് മത്സരിച്ചു, നജീബ് മത്സരിച്ചു, ഫിറോസ് പരാജയപ്പെട്ടു, 3 പേര് വന്നു. അപ്പോൾ ആ നിലക്ക് ഇപ്പോൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലൊക്കെ കുറച്ചുകൂടി ചിലപ്പോൾ നമ്പറുകൾ കൂടാനും സാധ്യതയുണ്ട്. ആൾക്ക് ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം ഇത്തവണ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇത്തവണ കുറച്ചും കൂടി അധികം ഉണ്ടാവും. ഒരു പ്രോപ്പഗണ്ട വെച്ച് തന്നെ യുവജന നേതാക്കന്മാരെയും തെരഞ്ഞെടുപ്പുകളെയും സ്ത്രീ വിഷയങ്ങളിലേക്ക് ചുരുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് തോന്നാറുണ്ടോ? അല്ല, അത് ശരിയാണത്. അതിങ്ങനൊരു അപകടം പിടിച്ച ചോദ്യമാണ്, അപകടം പിടിച്ചൊരു ട്രെൻഡുമാണ്. അതങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു നിലക്കും സ്ത്രീകൾ അവർക്ക് ഉണ്ടാവുന്ന ദുരനുഭവങ്ങൾ ഏതെങ്കിലും നിലക്ക് തുറന്നു പറഞ്ഞാൽ അതിനോട് അസഹിഷ്ണുവായ ഒരാളല്ല ഞാൻ. ഇവിടെ ഒരു പാട്രിയാർക്കി ഉണ്ട്. സംഭവം പുരുഷന്മാർക്ക് ഒരല്പം മേധാവിത്വമുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. ഈ പറയുന്ന ഫെമിനിസം അല്ലെങ്കിൽ ഈ സ്ത്രീപക്ഷവാദം അതിനൊന്നും അതിൻ്റെ അടിത്തട്ടിൽ നിരാകരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നമുക്കിതിനകത്ത് 2 പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ കുറച്ചും കൂടി ഇതിനകത്ത് അക്കൗണ്ടബിൾ ആവണം. രണ്ടാമത്തേത്, നമ്മൾ വല്ലാതെ ബയസ്ഡ് ആവരുത്. ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുപിടിച്ച് നടക്കുന്ന കുറേ ചർച്ചകളുണ്ടല്ലോ. നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി വരുന്നു, ആ പെൺകുട്ടി ഇന്ന ആളിൽ നിന്ന് എനിക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന നിമിഷം അയാളുടെ ശബ്ദം നഷ്ടപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിക്കൂടെ. ഈ പറഞ്ഞതാകെ കള്ളം എന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഒരാളെക്കുറിച്ചും ഞാനങ്ങനെ നമ്മൾ ഒരു നിലക്കും പ്രജുഡിസ്ഡ് ആയിക്കൂടാന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എത്ര അനുഭവങ്ങൾ, ഇപ്പം കിടന്നുറങ്ങുന്നതിൽ പോലും കേരളത്തിൻ്റെ കൺമുന്നിൽ കിടന്നുറങ്ങി സ്വകാര്യത എന്ന് പറയുന്നൊരു സാധനം ഒരു പുരുഷായുസ് മുഴുവൻ അവകാശപ്പെടാൻ കഴിയാതെ നമ്മുടെ മുന്നിൽ ജീവിച്ച് മരിച്ച ഒരാളാണല്ലോ ഉമ്മൻചാണ്ടി, ഇല്ലേ? ഉമ്മൻചാണ്ടി ഉറങ്ങിയതും ഉണ്ടതും എന്ന് വെച്ചാൽ ജനസമ്പർക്ക സദസ് ഇതൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഒത്ത നടുക്ക് ആളുകളുടെ ചുണ്ടിലേക്ക് ചെവി ചേർത്ത് വെച്ചിട്ട് നിന്നുകൊണ്ട് വാരി തിന്നതായിരിക്കും ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ ഭക്ഷണം. അങ്ങനെ
ഒരു രാഷ്ട്രീയക്കാരൻ കിട്ടണം എന്ന് നമ്മളൊക്കെ ശാഠ്യം പിടിക്കുന്ന സ്വകാര്യത എനിക്ക് വേണമെന്ന് ഒരിക്കൽ പോലും പറയാതെ ഒരു പുരുഷായുസ് മുഴുവൻ ഈ കേരളത്തിൻ്റെ കൺമുന്നിൽ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ അല്ലേ, ആ മനുഷ്യനെതിരെ ഒരു സ്ത്രീ വരുന്നു. അവർ വന്നിട്ട് ഒരു അലിഗേഷൻ പറയുന്നു. നമ്മൾ ഇവിടുത്തെ മീഡിയ, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ എതിരാളികൾ അവരത് ക്യാമ്പയിനാക്കുന്നു. ഉമ്മൻചാണ്ടിയെ വിചാരണ ആരംഭിക്കുന്നു. എന്നിട്ട് ആ കേസ് അന്വേഷിക്കുന്നു. ഇവരുടെ കയ്യിലെ പോലീസ് അന്വേഷിച്ചിട്ട് മതിയാവഞ്ഞിട്ട് ഇതെല്ലാം കൂടി എടുത്ത് ഇവർ നിരന്തരമായി വിമർശിക്കുന്ന CBI ഏൽപ്പിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെയൊന്നില്ല എന്ന് നമുക്ക് ബോധ്യമാകുമ്പോഴേക്കും ഉമ്മൻചാണ്ടി നമ്മുടെ കൺമുന്നിൽ നിന്ന് അങ്ങനെ മാഞ്ഞുപോയി. ആ ദിവസങ്ങളിൽ അത്രയും ഉമ്മൻചാണ്ടി, ഇനി ഉമ്മൻചാണ്ടി പുരുഷനാണോ നിങ്ങൾ മാറ്റി നിർത്തിക്കോ, ഉമ്മൻചാണ്ടിയുടെ പെൺമക്കളില്ലേ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയില്ലേ, അവർ സ്ത്രീകളല്ലേ, അവർ അനുഭവിച്ച അത് ഓഡിറ്റ് ചെയ്യപ്പെടണം. ഞാനത് ഉറച്ചു പറയുന്നു. ആരോപണങ്ങൾ ആ അർത്ഥത്തിൽ കേൾക്കരുത് എന്നല്ല, പക്ഷേ വല്ലാതെ പ്രെജുഡിസ്ഡായിട്ട് ഒരു ഇറച്ചി കിട്ടിയതുപോലെ ആളുകളെ കടിച്ചു പറിക്കുന്നൊരു ശീലം പാടില്ല എന്ന നിലപാട് എനിക്കുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നു, പുരുഷന്മാർക്കും മേധാവിത്വമുള്ള, അതൊക്കെ ഉപയോഗപ്പെടുത്തി സ്ത്രീകളെ പുരുഷന്മാർ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് വിക്ടിംസായ അതിജീവിതകളായ പെണ്ണുങ്ങളുള്ള സമൂഹമാണിത്. പക്ഷെ നമുക്കിതിനകത്തൊക്കെ ഒരു ബാലൻസ്, ഈ മനുഷ്യരുടെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പരിശോധിച്ചോ, അവിടെ ഒരു കൂട്ടർ അവർ രാഷ്ട്രീയമായി നല്ലൊരു മെറ്റീരിയൽ ഞങ്ങൾക്ക് കിട്ടി എന്ന നിലക്ക് ചാടി വീഴാണ്. ഇപ്പോൾ രാജി വേണം, പാലക്കാട്ടേക്ക് വന്നൂടാ, ഞങ്ങളിങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല, MLA ഓഫീസിലേക്ക് ബഹളം നടക്കുകയാണല്ലോ. നമ്മുടെ മീഡിയ വളരെ മോശം ഒരു കൾച്ചർ, സെൻസേഷനത്തിൻ്റെ ഭാഗമായിട്ട് ഹിയർ ദ അതർ സൈഡ്, നിങ്ങളൊരു വക്കീലാണ് ഞാനൊരു വക്കീലാണല്ലോ, മറുഭാഗം കേൾക്കുക, നാച്ചുറൽ ജസ്റ്റിസിന് ആ അവസരമൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇവർ തന്നെ തെളിവെടുത്ത് ഇവർ തന്നെ വിധി പറഞ്ഞിട്ട് കുറ്റക്കാരനാക്കി തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും പിന്നീട് ഇവർ നിഷ്പക്ഷരായിട്ട് വരുമ്പോൾ നിരപരാധികൾ എന്ന് തെളിയിക്കപ്പെട്ട് വരുമ്പോൾ ഉള്ളൊരു കാര്യം, അവിടെ നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിൻ്റെ പൊതുസമൂഹം കുറച്ചും കൂടി ബാലൻസ്ഡ് ആയ ഒരു അപ്രോച്ച് ഈ വിഷയത്തിൽ എടുക്കണം. ഈ വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അജണ്ടകളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? മാധ്യമങ്ങൾ സ്ഥാപനങ്ങളാണ്, മാധ്യമപ്രവർത്തകർ വ്യക്തികളാണ്. ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ചാനലുകൾക്കും ഇപ്പോൾ ഈ ആങ്കർമാർ പങ്കെടുക്കുന്ന ചർച്ചകളുണ്ടല്ലോ, അതിലൊക്കെ ഇന്ന ആൾ ഇന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഒരു വേദിയിൽ ആരും പേര് പറയുന്നില്ല, ആൾ കോൺഗ്രസ്സാണ്, മറ്റേ ആൾ BJP ആണ്, നടുക്കിയിരിക്കുന്നത്, ഇങ്ങനൊരു നരേഷൻ ഇപ്പോഴെന്ന് വെച്ചാൽ അവർ വ്യക്തികൾ എന്ന നിലക്ക് അവർക്ക് രാഷ്ട്രീയമായ നിലപാടുകളുണ്ട്, ഉണ്ടാവുന്നതിൽ പ്രശ്നമില്ല. പ്രശ്നം ഇവരുടെ ചാനലുകൾ കൊടുക്കുന്ന വാർത്തകളിലേക്ക് ഇവരുടെ ഈ രാഷ്ട്രീയ നിലപാട് കയറി വരുമ്പോഴാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ പണ്ട് നമുക്ക് അങ്ങനെ ഒരു കൈരളി ഉണ്ടായിരുന്നു, അവരുടെയാണ്, അവർക്ക് വേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അവരുടെ പാർട്ടി മിഷനറിയിൽ അവരുണ്ടാക്കിയ ചാനലാണത്. അത് CPM അനുകൂല വാർത്തകൾ കൊടുക്കുന്നത് നമുക്ക് അബദ്ധം, കാരണം ആ പാർട്ടിക്കാർ പണം പിരിച്ചുണ്ടാക്കിയ സംവിധാനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുണ്ടായിക്കോട്ടെ, പക്ഷെ നിഷ്പക്ഷ വേഷം കെട്ടി അജണ്ട നടപ്പാക്കുന്നൊരു സ്വഭാവം ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്നു. ഞാനീ പറയുന്ന വാർത്തകളുടെ അവരുടെ ഒരു അവരതിനെക്കുറിച്ചുള്ള അവരതിൻ്റെ ഒരു എന്താ പറയുക മുൻഗണനാക്രമം നമ്മൾ പറയുന്ന കാര്യത്തിൽ മാറ്റം വരുന്നുണ്ട്. കുറച്ചും കൂടി എല്ലായിടത്തെയും പോലെ കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം കേരളത്തിലെ മെയിൻ സ്ട്രീം മാഡിക്ക് കൂടി വരുന്നതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എനിക്കതിനെൻ്റേതായ കാരണങ്ങളുണ്ട്. താങ്കളൊരു റീൽ നേതാവാണോ? ഇല്ല, ഞാൻ റീലൊക്കെ വളരെ കുറച്ച് മാത്രം വരുന്ന, വലിയ ലൈക്കും ഷെയറൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയാണ്. എന്താണ് ഈ റീൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് ഒരു വ്യാപകമായ ഒരു പ്രചരണം നടത്തുമ്പോൾ അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഞാൻ അതിനെ നെഗറ്റീവായി കാണുന്ന ഒരാളല്ല. ഓരോരുത്തരുടെ പിന്നെന്താണ് സ്വീകാര്യതയ്ക്കനുസരിച്ച് അവർക്കുള്ള സ്വീകാര്യതയുടെ റിഫ്ലക്ഷനായിട്ടാണത് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ആവുന്നതിൽ എനിക്ക് പരാതിയില്ല. അതിന് അനിവാര്യതയുണ്ടോ ഈ പുതിയൊരു സാഹചര്യത്തിൽ? അനിവാര്യത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതിങ്ങനെ ഈ വിഷ്വൽസിൻ്റെ ഒരു കാലമാണല്ലോ. സ്വാഭാവികമായിട്ടും അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറേ കൂടി നന്നായി കൺവേ ചെയ്യാൻ അത് നന്നാവും എന്ന് കരുതുന്നവർ അതൊരു മീഡിയ ആയി കാണുന്നു. അനുഭവത്തിൽ അത് എഫക്റ്റീവുമാണ്. ഞാൻ അതിനെ ആ നിലക്ക് നിരാകരിക്കുന്നില്ല. എങ്ങനെ ആയിരിക്കണം ഒരു പുതിയ ന്യൂജൻ യൂത്ത് ലീഡർ? ഞാൻ പറഞ്ഞല്ലോ, ഞാനീ പറഞ്ഞതുപോലെ ഈ പുതിയ കാലത്തിൻ്റെ ഭാഷയും രീതികളും നല്ല റീൽസ് ഇടണം, നന്നായി അത് അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നതിൻ്റെ ഒരു 50% നിങ്ങൾ ഹൽബിലുണ്ടാവുക, അതുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കേരളം
ഈ ചെറുപ്പക്കാരുടെ കൂടെ നിന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിൽ ഒരു എഡ്ജ് ഉണ്ട്. ഈ പറയുന്ന വിചാരവേണ എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. പോസിറ്റീവായൊരു കാര്യത്തിനാണ് ഒരു ഷാഫി പറമ്പിൽ, പിന്നെ ഈ പറയുന്ന ഒരു രാഹുൽ, ഫിറോസ്, ഇവരൊക്കെ ആ നിലക്ക് എന്താണ്, അവർക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട്, അവരാളുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോധപൂർവമായി ഇവർക്കെതിരെ ഒരു പ്രോപ്പഗണ്ട ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ വിലയിരുത്തും? യെസ്, ഞാനതാണ് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. ഇവരിടുന്ന അത്രയും റീൽസ് മറ്റേ വിദ്വാന്മാരോടുണ്ട്. ഞാനിപ്പോൾ അവരുടെ പേര് ഈ പറയുന്ന വസീഫും റഹീമൊക്കെ അവരെ കൊണ്ടാവുമ്പോൾ അവർ നോക്കുന്നുണ്ട്. തൃക്കാക്കര വന്നല്ലോ, ജോറാണെന്നൊരു മുദ്രാവാക്യം. അതെന്തിനാണ് വിളിച്ചത്, എന്നിട്ട് എന്തിനാണ് ഷൂട്ട് ചെയ്തത്, എന്തിനാ ആ തെരഞ്ഞെടുപ്പിൽ ഗുണം കിട്ടാനാണ്. സംഗതി അബദ്ധമായതുകൊണ്ട്, അത് പാളിപ്പോയതുകൊണ്ട് നമ്മളെ കുറ്റം പറഞ്ഞ അവരിടുന്നുണ്ട്, നമ്മളിടുന്നുണ്ട്. നമ്മുടെ ആളുകൾ ഇടുന്നത് കുറച്ചും കൂടി വൃത്തിക്കിടുന്നു. അവർ വൃത്തിക്കിടാൻ ശീലിക്കുക എന്നല്ലാതെ ഇതിനോട് ഈ കൊതുക്കറിവ് പറഞ്ഞിട്ടൊന്നും ഇനിയുള്ള കാലത്ത് കാര്യമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു ടീം UDF എന്നാണ് പറയുന്നത്. എന്താണ് ഈ ടീം UDFിലുള്ള പ്രതീക്ഷ? ടീം UDF നന്നായി അത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ ജയിച്ച ഒരു തെരഞ്ഞെടുപ്പും നമുക്ക് അനുകൂലമായ തെരഞ്ഞെടുപ്പുകളായിരുന്നില്ല. ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും ഫീൽഡിൽ പോയ ഒരാളാണ്. എല്ലായിടത്തും ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പം പുതുപ്പള്ളി മുതൽ ഇങ്ങോട്ട് എല്ലാത്തിനും മറികടന്ന് നന്നായി അത് വർക്കായി വരുന്നുണ്ട്. ഒരു UDFിൻ്റെ പണ്ടൊക്കെ ഉള്ളതിനേക്കാൾ ഒരു താളാത്മകമായി തന്നെ പ്രവർത്തിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചൊരു മാറ്റം, കുറച്ചും കൂടി നമ്മുടെ വർക്ക്, UDFിൻ്റെ വർക്ക് സയൻറ്റിഫിക് ആയിട്ടുണ്ട്. വോട്ട് ചേർക്കുന്നതിൽ, വോട്ട് വെട്ടുന്നതിൽ, ഒരു മുകളിൽ നിന്നുള്ളൊരു ഡിസിഷൻ താഴെത്തട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൊക്കെ UDF ഒരു ലൂസ് സിസ്റ്റം ആയിരുന്നു. നമുക്കത് UDFിന് അങ്ങനെ കർശനമായിട്ട് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഉണ്ടായി കാണും, എനിക്കങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ പ്രകടമായിട്ടും ആ മാറ്റം കാണുന്നുണ്ട്. മുകളിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ താഴെത്തട്ടിൽ ഇംപ്ലിമെൻ്റ്, അവരുടെ ഒരു ഹാർഡ് വർക്കൊക്കെ റിസൾട്ടിലേക്ക് വരുന്നു. ഇതെല്ലാം കൂടി അനലൈസ് ചെയ്താൽ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നല്ല മികച്ച പ്രകടനം UDF കാഴ്ചവെക്കും. ഒരു സംശയം വേണ്ട. 2026 ഇതുപോലൊരു സെപ്റ്റംബറിൽ ഞാനും ബിലാലും ഇരുന്നാൽ ഞാൻ അടിച്ച് പറയുന്നു, കേരളത്തിന് കോൺഗ്രസ്സുകാരനായ ഒരു MLA ഉണ്ടാവും, ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. ടീം UDFിൽ മുസ്ലിം ലീഗിൻ്റെ റോള് വളരെ വലുതാണല്ലോ. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര വനിതാ MLAമാരെ നമുക്ക് പ്രതീക്ഷിക്കാം? മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് വനിതാ MLAമാർ ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മൾ വനിതാ MLAമാരെ, വനിതാ സ്ഥാനാർത്ഥികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയതാണ്. എന്നാൽ ബോധപൂർവം ഞങ്ങളുടെ സംഘടനയിൽ ഞങ്ങൾ കൊണ്ടുവന്ന ചില മാറ്റങ്ങളുണ്ട്. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പ് പൂർത്തിയായി. കേരളത്തിൽ 25 ലക്ഷം മെമ്പർമാരാണ്, 13 ലക്ഷം അംഗങ്ങൾ പിന്നെന്താണ് സ്ത്രീകളാണ്. യൂത്ത് ലീഗാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ 20% വനിതാ ഭാരവാഹികൾ എന്ന നിലക്ക് ഞങ്ങൾ ബോധപൂർവം അവരെ മൊബിലൈസ് ചെയ്ത് ഇത് പിന്നെ കുറച്ചും കൂടി ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു. ഞങ്ങളുടെ വനിതാ ജനപ്രതിനിധികളൊക്കെ നല്ല മനോഹരമായി പെർഫോം ചെയ്തവരാണ്. ഒരു ട്രെൻഡ് SFI സ്വീകരിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ക്യാമ്പസ് പൊളിറ്റിക്സിനെ വല്ലാണ്ട് വർഗീയവൽക്കരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെ, ഇപ്പോൾ ഈ വേഷത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ചർച്ച അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞു, അവർക്ക് പിടിച്ച ഈ സൂക്കടിൻ്റെ പ്രശ്നമാണിത്. ഇപ്പം നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളിലേക്ക് നോക്കൂ, അവർ ഭീകരവാദികളാണ് എന്ന് മോഡി പറഞ്ഞിട്ടുണ്ട് പൗരത്ത്. എന്ന് വെച്ചാൽ മനുഷ്യർ ധരിക്കുന്ന വസ്ത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ വസ്ത്രം ധരിക്കുന്ന ആളുകൾക്കെതിരെ ഒരു വെറുപ്പ് പടർത്തുക എന്നുള്ളത് അത് പച്ചയായ വലതുപക്ഷ രാഷ്ട്രീയമാണ്. അത് SFI കടം കൊള്ളുന്നു എന്നതാണ്, അല്ലേ? ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വസ്ത്ര സ്വാതന്ത്ര്യം ഇവരെങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യുക? തട്ടമിടാനുള്ള ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം, ബിലാലെ, ജീൻസും ടോപ്പും ഇട്ട് നടക്കാനുള്ള മറ്റൊരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം, ഞാനിതിനെ രണ്ടിനെയും ഒരുപോലെ കാണാണ്. ഒന്ന് തമ്മിൽ എനിക്ക് ഏറ്റക്കുറച്ചിലില്ല. 1% ആ ജീൻസ് ഇടാനും ടീഷർട്ട് ഇടാനും അവൾക്കിഷ്ടമുള്ള വസ്ത്രം ഏതും ആയിക്കോട്ടെ അതിടാനുള്ള ആ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ 1% പോലും ഞാൻ ചോദ്യം ചെയ്യില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിടാനുള്ള ഈ കുട്ടിയുടെ അവകാശം സമ്മതിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണലായി അങ്ങനെ ഒരു ശക്തമായ പൊളിറ്റിക്സ് ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്, അല്ലേ? ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിലുള്ള വായനകളും ഇടപെടലുകളൊക്കെ എങ്ങനെയാണ്? ഇതിനിടയിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? ഞാനിപ്പോൾ അതിന് വലിയ തിരക്കുള്ള വക്കീലൊക്കെ ആയി വരണേ ഉള്ളൂ.
എന്നാലും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ യാത്രകളൊക്കെ വായനക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ ഓൺലൈൻ എവിടെയെങ്കിലും 5 മിനിറ്റ് നിന്നാലും നമ്മളിപ്പോൾ എൻ്റെ FBയിലൊക്കെ ഞാൻ എല്ലാ മീഡിയയുടെയും പേജുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്താൽ ആ 1 മണിക്കൂറിന് എന്താ നടന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് താല്പര്യമുള്ളൊരു ഏരിയ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി പുറകോട്ടൊക്കെ പോയിട്ട് എന്താണ് ഏതാണെന്നൊക്കെ ഒന്നൊരു ധാരണ മനസ്സിൽ ഉണ്ടാക്കി വെക്കും. ഞാനൊരു പ്രസംഗം ശ്രദ്ധിച്ചായിരുന്നു, ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു തോന്നുന്നുണ്ട്. എത്ര ഭാഷകൾ സംസാരിക്കും ശരിക്കും? അത്യാവശ്യം വായും ബഹനവും എന്നൊക്കെ പറയുന്നത്. ഞാൻ മലയാളം അറിയാലോ, മോശമില്ലാതെ ഹിന്ദിയിൽ ഞാൻ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ്. എനിക്ക് ആളുകളോട് സംസാരിക്കാൻ വലിയ പ്രയാസമില്ല. ഇംഗ്ലീഷും കുറച്ചൊക്കെ ഇപ്പോൾ ഒരു ധൈര്യമായി പറഞ്ഞ് ഒപ്പിക്കാം. കോടതിയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ അതും ശീലമായി. തമിഴ് പിന്നെ എല്ലാ മലയാളിക്കും കുറച്ച് അറിയാമല്ലോ, അങ്ങനെ കുറച്ച് തമിഴും അറിയാം. പിന്നെ കന്നഡ, അവിടെ പോയാൽ പട്ടിണി കിടക്കാതിരിക്കാനുള്ള കന്നഡയൊക്കെ അതും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭാഷകളോട് കൂടെ തന്നെ സിനിമയും നന്നായി നിരൂപിക്കാറും എഴുതാറൊക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് സിനിമകളുടെ കാണലുകളിലൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ സിനിമകൾ എല്ലാ സിനിമകളും ഇപ്പം കാണാൻ സമയം കിട്ടും. ഇപ്പോൾ ഈ ലോകയൊക്കെ നല്ല സിനിമയാണ്, ഭയങ്കര പൊളിറ്റിക്സ് ഉള്ള സിനിമയാണെന്നൊക്കെ കണ്ടുവരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, കാണണം. സിനിമ ഭയങ്കര പവർഫുള്ളായ ഒരു മീഡിയയാണ്. വിഷ്വൽസ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നൊരു ഇമ്പാക്ട് ബിലാലിനെ അറിയാമല്ലോ. അത് ചെറിയൊരു കാര്യം. ഇപ്പോൾ 15 പണ്ട് ഹിറ്റ്ലറിൻ്റെ മുസോളിൻ്റെ കാലത്ത് പ്രൊപ്പഗണ്ട ഫിലിം ഗവൺമെൻറ് തന്നെ സിനിമ ഉണ്ടാക്കുക. ഇപ്പോൾ സിനിമകളിലേക്കും നമ്മൾ ഈ പറയുന്ന കേരള സ്റ്റോറി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കശ്മീർ ഫയൽസ് ഒരുപാട് സിനിമകൾ വരുമ്പോൾ ക്രിയേറ്റീവായൊരു മാധ്യമമാണത്. ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രഗിളായിട്ട് ഉണ്ടായ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം എന്തായിരുന്നു? ഞാൻ അങ്ങനെ വമ്പിച്ച തീക്ഷ്ണമായ പ്രയാസങ്ങളൊന്നും ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പിന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാത്ത ഒരുപാട് ചലഞ്ചസിൻ്റെ മുന്നിൽ ഞാൻ നിന്നിട്ടുണ്ട്. ഭീകരമായ കടബാധ്യത, ഞാനതിനെ ഫേസ് ചെയ്തത്, അതിനെ മറികടന്ന് വന്ന ഒരാളാണ്. പിന്നെ പൊളിറ്റിക്കൽ ലൈഫിൽ പിന്നെ സർവൈവ് ചെയ്യാനുള്ള ഒരു ഫൈറ്റ് മറ്റാരോടുമില്ല, ആ സിറ്റുവേഷൻസിനോട് എനിക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. യുവരാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് കേരളത്തിലെ യുവാക്കൾ നല്ലൊരു ശതമാനം ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ മെൻ്റൽ ഹെൽത്തിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ആത്മഹത്യകളിലേക്ക് വരെ നയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു യൂത്തിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മളിപ്പോൾ ആത്മഹത്യകൾ കാണുന്നു, ഉമ്മയെ ഉപ്പയെ മാതാവിനെ പിതാവിനെയൊക്കെ ആക്രമിക്കുന്ന മക്കളെ കാണുന്നു. ഒരു പെൺകുട്ടി ഒരു നോ പറഞ്ഞാൽ അവളെ പോയി ഉപദ്രവിക്കുന്ന കുട്ടികളെ കാണുന്നു. ഒരു മൈൻഡ് സെറ്റിലൊരു മാറ്റം വന്ന് പണ്ടും ഉണ്ടായി കാണും, എനിക്കറിയില്ല. നമ്മളിപ്പോൾ കാണുമ്പോൾ കുറച്ചും കൂടി വിസിബിളാണ് പല കാര്യങ്ങളും. ലഹരി ഒരു വലിയ വിഷയമാണ്, മാരകമായി നമ്മളെ ചെറുപ്പക്കാരെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് പെട്ടെന്നൊരു സാധനം ആവശ്യം വന്നപ്പോൾ എൻ്റെ ഓഫീസിൽ നമ്മുടെ ഒരു കുട്ടി ഒരു പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത്, അന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ബലൂണാണ്. ആ ബലൂണുമായി ഒരാൾ നമ്മുടെ ഡോറിൽ വന്നു, സെപ്റ്റോ അങ്ങനെ എന്തോ വന്നിടാം, അത് വന്നു എന്നതുപോലെ കുട്ടികൾക്ക് അവരുടെ കോറിഡോറിൽ മാരകമായ കെമിക്കൽ ഡ്രഗ്സ് കിട്ടുന്നൊരു കാലമാണിത്. ഭയങ്കര സ്ട്രോങ് നെറ്റ്വർക്കാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല അതുള്ളത്. നമ്മളെ കുട്ടികളെ എടുത്തു കൊണ്ടുപോകുന്ന മട്ടിൽ നിങ്ങളുടെ വാർഡിൽ അതുണ്ടാവും. നിങ്ങളുടെ വാർഡിൽ നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു കുട്ടി അത് ഉപയോഗിക്കണം എന്നാഗ്രഹിച്ചാൽ അവൻ്റെ വീട്ടുമുറ്റത്ത് അത് കിട്ടുന്ന രൂപത്തിൽ സ്ട്രോങ് നെറ്റ്വർക്ക് ഉണ്ട്. നിരന്തരമായത് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇപ്പോൾ കുറേ മന്ത്രിമാർ പിന്നെ ടീഷർട്ടൊക്കെ ഇട്ട് തുള്ളിയതുകൊണ്ടോ ഞാൻ സുംബക്കെതിരല്ല കേട്ടോ, അതൊക്കെ പറയല്ല. ഇതൊന്നും അല്ല അതിൻ്റെ മെറ്റീരിയൽ. അതിനോട് നോ പറയാനുള്ള ഒരു വിൽ പവർ ഈ കുട്ടികളെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. ജീവിതത്തിൽ ഈ യാത്രയിൽ ഷിബു മീരാന് മനസ്സറിഞ്ഞ് ഓർക്കേണ്ട അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ എന്നെ കൈപിടിച്ചു എന്ന് തോന്നുന്നൊരു ലീഡർ, ഒരു വ്യക്തി ആരാണ്? അങ്ങനെ ഒരാളുടെ പേര് പറയാൻ എനിക്കില്ല. പൊതുവെ പറഞ്ഞാൽ എല്ലാ ലീഡേഴ്സും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്, അവരെന്നെ കേൾക്കാറുണ്ട്. എന്നാലും ലീഗിലൊക്കെ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ട് എൻ്റെ ആള് എന്ന് പറയാവുന്ന ഒരു ലീഡർ എനിക്ക് നമ്മൻ്റെ ആളില്ല, അങ്ങനെ ഇല്ല. ഒന്നാമത് ഞാൻ അങ്ങനെ ലീഡേഴ്സ് ഇപ്പം എല്ലാവർക്കും എന്നോട് ഇഷ്ടം കാണിച്ചിട്ടുണ്ട്, അവരെന്നെ പരിഗണിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കങ്ങനെ ഒരു ഓവർ ഫ്രീഡം ഉള്ള ഒരു നേതാവില്ല. ഒരു ജനപ്രതിനിധി ആയാൽ ഈ സമൂഹത്തിന് കൊടുക്കണം
സംഭാവന ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ടുണ്ടോ ഷിബു മീരാന്? അല്ല, ജനപ്രതി ആയാലും ഇപ്പോൾ പലപ്പോഴും എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ആളുകൾ എന്നെപ്പറ്റി നല്ലത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കുറച്ചും കൂടി ലൗഡായിട്ട് പറയിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ ചെയ്യണം എന്നൊരു താല്പര്യമുണ്ട്. എന്തായിരിക്കണം ഈ ഒരു അഭിമുഖത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഈ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളോട്, പ്രത്യേകിച്ചും പൊളിറ്റിക്സിനോടൊക്കെ താല്പര്യമുള്ള യുവാക്കളോട് എന്താണ് ഷിബു മീരാൻ പറയാനുള്ളത്? ഞാൻ അവരോട് പറയുക, ഇത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പൊളിറ്റിക്സ്. ഭയങ്കരമായ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ചെറുപ്പക്കാരൊക്കെ സോഷ്യലി കമ്മിറ്റഡ് ആണ്. ഇവർ പറ്റ മോശമാണെന്നൊന്നും നമ്മൾ പറയുന്നത് 2 പ്രളയമൊക്കെ നടന്നപ്പോൾ നമുക്ക് ഓർമ്മയില്ലേ, ആരും വിളിച്ചിട്ടല്ല, നമ്മുടെ എൻ്റെ യൂത്ത് ചാടി ഇറങ്ങി. അവരുടെ ഇൻസ്റ്റഗ്രാം, അവരുടെ എല്ലാ സങ്കേതങ്ങളെയും അതിനുവേണ്ടി ഉപയോഗിച്ചു. വയനാട് എന്ന് പറഞ്ഞാൽ അവർ സോഷ്യലി കമ്മിറ്റഡ് ആണ്. മറ്റുള്ളവരെ പറ്റിയുള്ളൊരു ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടെങ്കിൽ യു ഷുഡ് ബി എ പൊളിറ്റിക്കൽ വർക്കർ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഇലാബറേറ്റഡായ ഒന്നാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കോൺഗ്രസ് ആവാം, ആരും ആവാം, ആ അഭിമാനബോധം വലിയൊരു സാധനം. ഞാൻ ചെറുപ്പക്കാരോട് എല്ലാവരോടും ലീഗാവാനല്ല പറയുന്നത്. നിങ്ങൾ പൊളിറ്റിക്സിനെ ശ്രദ്ധിക്കൂ, ഇത് പഠിക്കൂ, ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഇത് എൻ്റെ ബിസിനസ്സാണെന്നുള്ളൊരു ഫീല് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. സുന്ദരം, വളരെ ആശയസമ്പുഷ്ടമായത്, വളരെ സന്തോഷമുള്ള കുറച്ച് സമയങ്ങൾ. താങ്ക് യു ഷിബു മീരാൻ. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും ഒത്തിരി ജനങ്ങളിലേക്ക് താങ്കളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും കഴിയട്ടെ. താങ്ക് യു. ശരി.